തിരുവനന്തപുരം വർക്കലയിൽ വിനോദസഞ്ചാര വകുപ്പിന്റെ അഡ്വഞ്ചർ ടൂറിസം പദ്ധതിയിലെ അഴിമതിയിൽ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം. കേരള തീരദേശ മാനേജ്മെന്റാണ് ടൂറിസം മാനേജർക്കും മുനിസിപ്പാലിറ്റി സെക്രട്ടറിക്കും നിർദ്ദേശം നൽകിയത്. തീരദേശ നിയമങ്ങൾ ലംഘിച്ച് നടത്തിയ പദ്ധതിയിലെ അഴിമതികൾ പുറത്തുവന്നതോടെയാണ് നടപടി. തീരദേശത്തെ അനധികൃത നിർമ്മാണങ്ങളിൽ കോർപ്പറേഷനും ജില്ലാ ടൂറിസം വിഭാഗവും മൗനം പാലിച്ചു. വിനോദസഞ്ചാര വകുപ്പിന്റെ വർക്കലയിലെ അഡ്വഞ്ചർ ടൂറിസം പദ്ധതി അടിമുടി തീരദേശ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടാണെന്നുള്ള വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് കേരള കോസ്റ്റൽ മാനേജ്മെന്റ് അതോറിറ്റിയുടെ നടപടി. തീരദേശ നിയമങ്ങൾ ലംഘിച്ച വ്യക്തികളെ കണ്ടെത്തി ഉടൻ നടപടി സ്വീകരിക്കുക, അഴിമതിക്ക് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥരെയും കണ്ടെത്തുക. വർക്കല മുനിസിപ്പാലിറ്റി സെക്രട്ടറിക്കും ജില്ലാ ടൂറിസം മാനേജർക്കുമാണ് അതോറിറ്റി കത്ത് നൽകിയത്. തീരദേശ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് പരിസ്ഥിതിക്ക് ദോഷം വരുന്ന രീതിയിൽ അനധികൃത നിർമ്മാണങ്ങളിൽ തുടരെ പരാതി ലഭിച്ചിട്ടും മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥരും ടൂറിസം ഉദ്യോഗസ്ഥരും മൗനം പാലിച്ചു. ഇതും അതോറിറ്റി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. CRS 2011 ഉത്തരവ് പ്രകാരം വർക്കല ക്ലിഫിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ പ്രത്യേകം അനുമതി തേടേണ്ടതുണ്ട്. എന്നാൽ ഈ നിയമങ്ങളൊക്കെ അവഗണിച്ചുകൊണ്ട് നടത്തിയ നിർമ്മിതികളിലാണ് വർക്കല ക്ലിഫിലെ പൈതൃക കുന്നുകൾ തുടർച്ചയായി ഇടിഞ്ഞു വീഴാൻ കാരണമായത്. ലോക വിനോദസഞ്ചാര ഭൂപടത്തിൽ പ്രത്യേകം ഇടം നേടിയ വർക്കല കുന്നുകളുടെ നാശത്തിന് മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥരും ടൂറിസം ഉദ്യോഗസ്ഥരും കൂട്ടുനിന്നതായിട്ടുള്ള തെളിവുകളാണ് ഇതോടെ പുറത്തുവരുന്നത്. ജനം, തിരുവനന്തപുരം.